ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങളോടുള്ള ആ ഒരു കറൻറ്റ് എനർജി എന്താണ്, എന്ത് ആക്ഷനാണ് ഈ ഒരു പേഴ്സൺ നെക്സ്റ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബന്ധം ഏതൊക്കെയോ ഒരു കാലയളവിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ബാധ്യതയായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് അവർക്കൊരു വെല്ലുവിളിയായി മാറിയിരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഏതെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉള്ളതുകൊണ്ട് ആൾക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ആൾക്ക് വലിയൊരു ഹെഡേക്കായി മാറിയൊരു സംഭവമായിരിക്കാം. അപ്പോൾ എന്ത് റീസൺ ആണെന്നുണ്ടെങ്കിലും ഇതിനി ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത്രത്തോളം ഒരു സഫോക്കേഷൻ ആണ് എന്ന ആൾക്ക് തോന്നുന്ന ഒരു എനർജി നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ടിരുന്ന ഒരവസ്ഥ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് തുടർന്നുകൊണ്ട് പോകണോ അല്ലെങ്കിൽ ഇത് അവസാനിപ്പിക്കണോ, അങ്ങനെ ആ ഒരു ഇൻഡിസിഷൻ മൈൻഡിലൂടെയൊക്കെ ആൾ തീർച്ചയായിട്ടും സഞ്ചരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ എന്നോണം നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തും ആ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഒരു തീരുമാനം പറഞ്ഞിട്ടുണ്ടാവണമെന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും പറയാനുള്ളൊരു മടി കൊണ്ട് ആൾ സ്വയമേ മാറിപ്പോകുന്നൊരു എനർജിയിലായിരിക്കാം. ചിലപ്പോൾ വളരെ സൈലൻ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ആൻസറബിൾ അല്ലാതെ മാറി നിൽക്കുന്നൊരു രീതിയിലും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയിട്ടുണ്ടാവാം. അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്തി കൊണ്ടുപോകുന്നത് ഒരുപാട് ഫാക്ടേഴ്സ് ചേർന്നിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ പോലും അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് രണ്ടുപേരുടെയും ഇമോഷൻസ് ആണ്. ആ ഒരു ഇമോഷൻസ് തമ്മിൽ കണക്റ്റ് ആകുമ്പോഴാണ് എത്ര ദൂരെയുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും ആ ഒരു ബന്ധം അത്യാവശ്യം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ആ ഒരു ഇമോഷണൽ ലോസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങളാണെന്നുണ്ടെങ്കിലും ആ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഇത് തുടർന്നു കൊണ്ട് പോരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോൾ തീർച്ചയായിട്ടും വിഷമിച്ചതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിയുടെ ഒരു പാസ്റ്റ് എനർജി ഇത്തരത്തിലാണെന്നുണ്ടെങ്കിൽ അതിനിപ്പോൾ നല്ല രീതിയിലുള്ളൊരു മാറ്റം വന്നിട്ടുണ്ട്. ഒരു ഇൻഡിസിഷനായിട്ട് നിന്നൊരു പേഴ്സൺ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയില്ല, റിലേഷൻഷിപ്പ് ഒരു ബാധ്യതയായി വരെ തോന്നുന്ന ഒരു സിറ്റുവേഷൻ വരെ പോയൊരു വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു പേഴ്സൺ നല്ല ഒരു ക്ലാരിറ്റിയിൽ എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു മാനസികമായിട്ട് അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടും കൺഫ്യൂഷനും ഒക്കെ എന്താണോ, ചിലപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തതായിരുന്നു അവരുടെ ഒരു വിഷമമെങ്കിൽ അതെല്ലാം മാറി കുറച്ചധികം സ്റ്റേബിൾ ആയതായിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ പെട്ട് സ്റ്റക്കായിട്ടിരുന്നൊരു വ്യക്തി, അല്ലെങ്കിൽ കൈയും കാലും കെട്ടിയിട്ടൊരവസ്ഥയിലൊക്കെ ആയിരുന്നു ഈ ഒരു പേഴ്സൺ എങ്കിൽ അതിനെല്ലാം നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. ആ ഒരു ഗുഡ് ലക്ക് അല്ലെങ്കിൽ ആ ഒരു ഫോർച്യൂൺ, തീർച്ചയായിട്ടും ആ ഫോർച്യൂൺസ് വീലിൻ്റെ ഒരു എനർജി ഈ ഒരു പേഴ്സൺ വന്നതായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നോണമാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ വളരെ സ്റ്റേബിളായിട്ട് മാറിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ലൈഫിൽ ചിലപ്പോൾ അവരെ മറ്റൊരു രീതിയിലേക്ക് മാറ്റിയെടുക്കുന്ന ഏതെങ്കിലും എക്സ്പീരിയൻസസ് അവർക്ക് നേരിട്ടിട്ടുണ്ടാവാം. കാരണം ആ ഒരു ലേണിംഗ് പ്രോസസ്സ് നമ്മൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം. അപ്പോൾ ചില കാര്യങ്ങൾ പുതിയതായിട്ടുള്ള പഠിക്കാൻ, അല്ലെങ്കിൽ ചില അനുഭവങ്ങൾ ജീവിതത്തിൽ വരിക, അങ്ങനെയൊക്കെയുള്ളൊരു കാര്യം വരുമ്പോഴാണ് നമ്മൾ ഒന്നും കൂടി ഒരു ഉറച്ച മനസ്സിലേക്ക് പോരുന്നത്. ഇപ്പോൾ നമ്മളൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നമ്മളുടെ ഒരു പാസ്റ്റ് എനർജി നോക്കുമ്പോൾ വളരെ പാവമായിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയാത്തൊരു വ്യക്തിയായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു പേഴ്സൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റം സംഭവിക്കുന്നത് അത്രയധികം അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ലൈഫിൽ വരുമ്പോഴായിരിക്കും. ചിലപ്പോൾ അത് ഒരു ട്രോമാറ്റിക് സിറ്റുവേഷനൊക്കെ ആയിരിക്കാം. അപ്പോൾ അതെല്ലാം അതിജീവിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മളുടെ ഉള്ളിൽ ഇത്രയധികം ഒരു സ്ട്രെങ്ത് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കറേജ് ഉള്ളൊരു വ്യക്തിയായിരുന്നോ എന്ന് നമ്മൾ പോലും തിരിച്ചറിയുന്നത് ചില അനുഭവങ്ങൾ നമുക്ക് വരുമ്പോഴാണ്. പണ്ടെല്ലാം നമ്മൾ ചിലപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് അത്രയും കഴിവില്ല, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കതൊന്നും അവർക്കും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചൊരു ഷെല്ലിനകത്തിരുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ലേണിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ ചില എക്സ്പീരിയൻസസ് ഈ പേഴ്സൻ്റെ ലൈഫിൽ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഈ ഒരു പേഴ്സൺ അവരുടെ മാത്രം ആംഗിളിലൂടെയാണ് കാര്യങ്ങൾ നോക്കി കണ്ടത്, അല്ലെങ്കിൽ അവരുടെ ഒരു സേഫ്റ്റിക്കാണ് പ്രിഫറൻസ് കൊടുത്തത്. ചിലപ്പോൾ അവരുടെ ഒരു സെൽഫിഷ്നെസ് അനുസരിച്ചിട്ടായിരിക്കാം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയതെങ്കിൽ ഇപ്പോൾ അവർ നിങ്ങളുടെ ഒരു ഭാഗത്തു നിന്ന് കൂടി ചിന്തിക്കാനായിട്ട് തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം ചിന്തിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാലും നമ്മൾ മാത്രമായിരിക്കും ശരി. കാരണം അവിടെ നമ്മളുടെ കാഴ്ചപ്പാടാണ്.
നമ്മളെ തന്നെയായിരിക്കും നമ്മൾ കൂടുതലായിട്ട് ആ ഒരു വിക്ടിം മെൻറ്റാലിറ്റിയിൽ കാണുന്നത്. പക്ഷെ വേറൊരാളുടെ ആംഗിളിൽ നിന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്കപ്പോൾ ആ ഒരു ഭാഗം എന്താണെന്നുള്ള ഒരു വിസിബിലിറ്റി കൂടി കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സണായിട്ട് കാണിച്ച കാര്യങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെയും കൂടി ഒരു വശത്ത് നിന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ അവർക്ക് നേരിട്ടിട്ടുള്ള ചില അനുഭവങ്ങൾ, അതുപോലെ തന്നെ അവർ വളരെ ഒരു ക്രൂഷ്യലായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് സഞ്ചരിച്ചിരുന്നത്, ഒരുപാട് ടെൻഷനായിട്ടൊക്കെ പോയിരുന്നൊരു സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ആ ഒരു ഭാഗ്യം കടന്നു വന്നതുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു സമയമാറ്റം കൊണ്ടൊക്കെ ആയിരിക്കാം കുറച്ചും കൂടി ഒരു മനഃശാന്തിയും സമാധാനവും അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ നിന്നുള്ള ഒരു റിലീഫ് എല്ലാം ഈ ഒരു പേഴ്സണ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ഈ ഒരു വ്യക്തി അത്രത്തോളം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണല്ല, പലരെയും ആശ്രയിച്ച് നിൽക്കുന്ന ഒരു പേഴ്സണാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് പലരെയും വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇവർ കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു പേഴ്സണാണ്. ഒരു സംയമനം വന്നിട്ടുണ്ട്. അതായത് കുറച്ചും കൂടി ഈ ഒരു പേഴ്സൺ ഒന്ന് മെച്ചുവറായി എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ട് ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട് വിട്ടു നിൽക്കുന്ന ആൾക്കാരായിരിക്കാം. ഇനി കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നല്ലൊരു രീതിയിലായിരിക്കില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോയിട്ടുണ്ടാകുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ആൻസർ പോലും തരാതെ കംപ്ലീറ്റ്ലി വലിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു രീതിയിലായിരിക്കാം പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊരു കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യമോ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കൊന്നും പറയാനുണ്ടാവണമെന്നില്ല. കൂടുതലും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ കുറച്ചും കൂടി ആ ഒരു പക്വത ഈ ഒരു പേഴ്സണ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കഴിവ് ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സൻ്റെ എനർജി നിങ്ങളുടെ വ്യക്തിയുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അലട്ടിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരുപാട് അവർക്കൊരു മനസ്സിനകത്തൊരു വിഷമം കൊടുക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് അവർ നിങ്ങളോട് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളെ ഓർത്തിട്ടുള്ള ആ ഒരു ഗിൽറ്റ് ഫീലിംഗ് ആണ്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു ഫീലിംഗ്. ചിലപ്പോൾ ഒരു പക്ഷേ നേരത്തെ തന്നെ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് അങ്ങനെയുള്ളൊരു തോന്നലുണ്ടായിരുന്നിരിക്കാം. പക്ഷെ അവരുടെ ഒരു കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഒരു ആംഗിളിൽ നിന്ന് മാത്രം ചിന്തിച്ചതുകൊണ്ട് ആ ഒരു സേഫ് സോൺ നോക്കി പോയൊരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ ഒരു പേഴ്സൺ ഇമോഷണൽ ലോസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരു റീകൺസിലേഷൻ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്, വളരെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു മനസ്സോടുകൂടി നിൽക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഈ ഒരു പേഴ്സണ് ഞാൻ ചെയ്ത കാര്യം ശരിയായി പോയില്ല, അല്ലെങ്കിൽ ആ ഒരു കുറ്റബോധത്തിൻ്റെ ഒരു എനർജി നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജിയിൽ നിന്ന് പുറത്തേക്ക് വരണം എന്നുള്ള ആ ഒരു തീരുമാനം നമുക്ക് കാണാം. ഒരുപക്ഷെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് സൊസൈറ്റിയിലെല്ലാം അത്രത്തോളം ഒരു ഉയർന്നു നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഒരു ഫാമിലിയുടെ ഉത്തരവാദിത്തം ഈ ഒരു പേഴ്സൻ്റെ തലയിലായിരിക്കാം. അപ്പം അങ്ങനെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ളൊരു പേഴ്സൺ ആവാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ഉത്തരവാദിത്തം ഈ ഒരു പേഴ്സൻ്റെ തലയിൽ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അതിനൊരു വിലങ്ങുതടിയായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് മാറിപ്പോയതായിരിക്കാം, അല്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു പരിഗണന തരാതെ നിന്ന ഒരു വ്യക്തിയായിരിക്കാം. ഇപ്പോൾ നമ്മൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് തലയിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് നല്ലതായിരിക്കില്ല. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആളുടെ നിലനിൽപ്പ് തന്നെ ഒരു പ്രശ്നമാവും എന്നുള്ളത് കൊണ്ടായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ആളുടെ ആ ഒരു എനർജി നമുക്കിവിടെ നല്ല രീതിയിൽ തന്നെ കാണാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആളുടെ ഒരു സമയത്തിൻ്റെ ആനുകൂല്യമോ അല്ലെങ്കിൽ കുറച്ച് ഒരു ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങിയതിൻ്റെ ഒരു ലക്ഷണമൊക്കെ ആയിരിക്കാം കുറച്ചധികം കെട്ടുപാടുകളിൽ നിന്നെല്ലാം ഈ ഒരു പേഴ്സൺ സ്വതന്ത്രമായിട്ടുണ്ട്. അവരുടെ ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഒരു മാറ്റം വന്നിട്ടുണ്ട്. അതായത് തലയിൽ കുറച്ച് വെളിച്ചം വന്നിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ഇൻഡിപെൻഡൻ്റ് എനർജി എല്ലാം നമുക്ക് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ, അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞത് കഴിഞ്ഞു, അല്ലെങ്കിൽ ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയി, ഇനി വീണ്ടും നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ഒരു പുതിയ രീതിയിൽ പോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ ഒരു പക്ഷേ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൂടുതൽ അല്ലെങ്കിൽ കഴിഞ്ഞ പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കുകയോ അതൊന്നും അവർ താല്പര്യപ്പെടുന്നുണ്ടാവുന്നില്ല. ചിലപ്പോൾ നമ്മൾ പറയുന്നത് പോലെ ഫ്രം ദ വെരി ന്യൂ ബിഗിനിങ് എന്നുള്ള ഒരു രീതിയിൽ ആദ്യമേ മുതൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ഒരു ഫ്രഷ് സ്റ്റാർട്ട് എന്നുള്ള രീതിയിൽ കൊണ്ടുപോകാനായിരിക്കാം താല്പര്യപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ഒരു ഉറച്ച നിലപാട് തന്നെ ഈ ഒരു പേഴ്സൺ എടുത്തിട്ടുണ്ടെന്ന് പറയാം. ഒട്ടും കൺഫ്യൂസ്ഡ് അല്ല. നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ്. അത് അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഈ ഒരു പേഴ്സൺ കരുതുന്നുണ്ട്. ആ ഒരു അപ്പോളജി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരത്രത്തോളം ഒരു സ്റ്റേബിൾ മൈൻഡിൽ വന്നിരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളായിട്ട് ഈ ഒരു പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ തുടർന്നുകൊണ്ട് പോകാൻ താല്പര്യമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനിടയിൽ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊരു മുക്തി കിട്ടിയിട്ടുണ്ടാവണമെന്നില്ല. നിങ്ങളിപ്പോഴും അതിനകത്ത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിന്നൊരു സമയത്ത് അത്രത്തോളം നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്തില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും കണ്ടിന്യൂ ചെയ്യാനായിട്ട് ആഗ്രഹമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഒരു പേഴ്സൺ പിന്നെ ഇതിനകത്ത് ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല. കാരണം അവർക്ക് അവരുടെ മൈൻഡിനൊരു സമാധാനം കിട്ടാൻ, അല്ലെങ്കിൽ
ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ളൊരു ബന്ധമാണെന്നുണ്ടെങ്കിലും അത് അവരുടെ ലൈഫിലെ പല കാര്യങ്ങൾക്കൊപ്പം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. നേരത്തെ ചിലപ്പോൾ അവർക്കത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കാം ഇതൊരു ഭാരമായിട്ട് തോന്നിയത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇൻഡിസിഷനിലൊക്കെ നിന്നത് ആ ഒരു എനർജി ഉള്ളത് കൊണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. ലൈഫിൽ മറ്റെല്ലാ കാര്യങ്ങളോടൊപ്പം തന്നെ പ്രാധാന്യം കൊടുത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പും കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ കഴിഞ്ഞത് കഴിഞ്ഞു, ഇനിയെല്ലാം ഒന്നേ എന്നുള്ള ആ ഒരു എനർജിയിൽ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ കുറച്ചും കൂടി സ്പിരിച്വലി അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയം തന്നെ ആയിരിക്കും ഇത്. അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം വന്നപ്പോൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ആ സിറ്റുവേഷൻ അതിജീവിച്ച് മുന്നോട്ട് വന്നത് തീർച്ചയായിട്ടും ആ ഒരു സ്പിരിച്വൽ വേയിലൂടെ തന്നെയായിരിക്കും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഉള്ളതായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളും ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു എനർജി ആണെന്നും കൂടി വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം നമ്മളൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അതുപോലെ തന്നെ ആ ഒരു പേഴ്സൺ നമുക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ അത് ഭയങ്കരമായിട്ടുള്ളൊരു ചേഞ്ച് വരുത്തുന്നുണ്ട്. നമുക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതിനേക്കാളും വളരെ എഫക്റ്റാണ് നമുക്ക് വേണ്ടി മറ്റൊരാൾ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സ്പിരിച്വൽ വേയിലൂടെ നമ്മൾ പറഞ്ഞതുപോലെ കണക്റ്റ് ആവാൻ അല്ലെങ്കിൽ കൂടുതലായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു ടൈമും ഈ ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു പ്രതീക്ഷയുണ്ട്, അല്ലെങ്കിൽ പല കാര്യത്തിലും ഒരു പുതിയ ഹോപ്പ് കൊടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട് ഈ ഒരു പേഴ്സൺ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കോൺടാക്റ്റ് കിട്ടിയിട്ട് ഒരുപാട് നാളുകളായി, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഉചിതമായിട്ടുള്ള തീരുമാനം നിങ്ങളോട് അറിയിക്കാൻ പറ്റാത്തൊരു പേഴ്സണൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെടുത്ത ആ ഒരു ഉറച്ച നിലപാട് അവർ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. കൂടുതൽ വ്യക്തികൾക്കും ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അറിയണമെന്നില്ല. അവർക്കാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അവസ്ഥ എന്താണെന്ന് അറിയണമെന്നുണ്ടാവില്ല. ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ടുണ്ടാവാം നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പെല്ലാം ഉണ്ടായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണാണ്. ഒരു കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒന്നും അവർക്കില്ല. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യാനായിട്ട് തന്നെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവരിൽ നിന്ന് ഒരു അപ്പോളജി പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് അർഹിക്കുന്ന ഒരു പരിഗണന തരുന്നത് അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് തന്നെയാണ് അവർ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണുമായിട്ട് എത്ര അകലത്തിലാണ് നിങ്ങളുള്ളതെങ്കിലും അവരായിട്ട് തന്നെ നിങ്ങളിലേക്ക് വരും, കോൺടാക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു കപ്പ് ഓഫ് ലവ് അല്ലെങ്കിൽ ആ ഒരു ഓഫർ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറല്ല, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പഴയ കാര്യത്തിൽ നിങ്ങൾ ഇപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുകയാണ്, ഇവർ ആഗ്രഹിക്കുന്ന പോലെ ഒരു ന്യൂ ബിഗിനിങ്ങിനല്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഈ ഒരു പേഴ്സൺ അതിനകത്ത് പ്രത്യേകിച്ച് ഒരു ആക്ഷൻ എടുക്കാനായിട്ട് പിന്നീട് നിൽക്കുന്നതായിട്ട് കാണുന്നില്ല എന്ന് നമ്മളോട് പറഞ്ഞു. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ടും കൂടി അവർ കാണുന്നുണ്ട്, നിങ്ങൾക്ക് അർഹിക്കുന്ന ആ ഒരു പരിഗണന തരിക എന്നുള്ളത്. അപ്പോൾ ആ ഒരു പരിഗണന നിങ്ങളായിട്ട് നിഷേധിക്കുകയാണ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളതിന് വില്ലിങ് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു പേഴ്സണിൻ്റെ മനസ്സിൽ ആ ഒരു കുറ്റബോധം ഒഴിഞ്ഞു പോകും. കാരണം അവരായിട്ട് ഓഫർ ചെയ്തു, പക്ഷെ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പം അവരുടെ ഭാഗം ക്ലിയർ ആയി എന്നുള്ളൊരു തോട്ടായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുകയാണ്, നിങ്ങളിത് സ്വീകരിക്കും എന്നുള്ള ആ ഒരു പ്രതീക്ഷ ഈ ഒരു പേഴ്സൺ ഉണ്ട്. പക്ഷേ നിങ്ങളത് സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരതിന് വേണ്ടിയിട്ട് ബെഗ് ചെയ്ത് പുറകെ നടക്കുകയോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്കൊന്നും ആ ഒരു പേഴ്സൺ വരില്ല. ആ ഒരു പാർട്ട്ണർഷിപ്പ് തീർച്ചയായിട്ടും അവർ ആഗ്രഹിക്കുന്നുണ്ട്. എന്തിനാണെന്നുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം തന്നെ ചേർന്ന് പോകാനായിട്ടുള്ള ആഗ്രഹമുണ്ട് അവർക്ക്. അപ്പോൾ വളരെ പക്വതയോടുകൂടി കാര്യങ്ങൾ തീരുമാനിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു സ്വസ്ഥമായിട്ടുള്ള മനസ്സോടുകൂടി നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണോ അല്ലയോ എന്ന് നോക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. കാരണം പാസ്റ്റ് എനർജീസ് അത്രയും നമുക്ക് ക്ലിയർ ആയിട്ട് വന്നിട്ടില്ല. പ്രസൻറ്റുള്ള ആളുടെ ഒരു ആറ്റിറ്റ്യൂഡും അല്ലെങ്കിൽ അവരുടെ ആ ഒരു മനസ്സും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും ആ ഒരു പാസ്റ്റ് അത്ര ക്ലിയർ അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ക്ലൂസിലേക്ക് പോവാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് ക്ലൂ ലെറ്റർ പി ആണ്. നമ്പർ 15, Cancer zodiac sign. Letter F. Letter C, Triketa Nakshatram. Scorpio zodiac sign. August month. Uttratadi Nakshatram. Letter X. Kozhikode. Letter N, Malappuram. Letter Y, December month. Number 27, April month. Number 29, Leo zodiac sign, March month. Number 30, Letter J,
ടോറസ് സോഡിയക് സൈൻ, കാർത്തിക നക്ഷത്രം, ഇടുക്കി, ആൻഡ് ഫൈനലി ലെറ്റർ എസ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. സോ ഇവിടെ വന്നിട്ടുള്ള ആ ഒരു എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുടേതായി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഈ ഒരു പേഴ്സണിന് വേണ്ടി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥനയോട് കാത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് റീകൺസിലിയേഷന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുക. കാരണം വളരെ ഒരു പ്ലെയിൻ അല്ലെങ്കിൽ അത്രയും ആ ഒരു സ്വസ്ഥമായിട്ടുള്ള മൈൻഡോടുകൂടി നിങ്ങളിലേക്ക് വരുന്ന ഒരു പേഴ്സണാണ്. കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ലൊരു എനർജി ആണെന്ന് തന്നെ വേണമെങ്കിൽ നമുക്കിത് പറയാം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.